ഗൈസ്, എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ ഈ ഗെയിം പ്ലേ ഏതാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഗെയിം ഉണ്ടല്ലോ, മാക്ക ചാമ്പ്ലിയൻ എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു വാളിൻ്റെ സൈഡിൽപ്പെട്ട ആ വാളിൻ്റെ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇങ്ങനെ ഒളിച്ചിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഗെയിമാണ്. ഈ ഗെയിം നമ്മൾ കളിച്ച ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അതിനൊരു 80 വ്യൂസെങ്കിലും കിട്ടി. പക്ഷെ നമുക്കൊരു 3K അത്രയൊക്കെ വേണം. പക്ഷേ അത്രയെങ്കിലും ആദ്യമായിട്ടാണ് അത്രയെങ്കിലും കിട്ടുന്നത്. പക്ഷേ എല്ലാവർക്കും വെച്ചാൽ അങ്ങനെയല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ തന്നെ ഒരു ഇത് നമ്മൾ ഇട്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. എന്നാൽ പാർട്ടായിട്ടല്ല, നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. നമ്മളിപ്പോൾ ഇതൊരു റൗണ്ടിലാണ്. അപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ആ ഒരു ഗെയിമിൻ്റെ. നമ്മളിപ്പോൾ ഇവിടെ വിളിച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ സൗണ്ട് ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റും, ഭയങ്കര സൗണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഇത് ഒരുത്തിനൊക്കെ അവിടെ കടന്ന് ചെയ്യുന്നു. ഓക്കെ, നമുക്കിത് ലോക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് മാറി വേറെ സ്ഥലത്തോട്ട് പോവാം. അയ്യോ പിടിച്ച് നമ്മളെ പിടിച്ച കാശ് പിടിക്കല്ലേ. അയ്യോ പണി നമ്മളെങ്ങനെയെങ്കിലും ചാടി പോകണം. പോയോ? പോയില്ല. അയ്യോ, നമ്മളെ വെടി വെക്കുന്നില്ല ഗൈസ്. നല്ല ആളാണെന്ന് തോന്നുന്നു, അവനെ മാത്രം വെടി തോന്നുന്നു. ഓക്കെ, നമ്മളങ്ങനെ വിൻ ചെയ്തു. ഇത് ഒരുത്തൻ ഇവിടെ കൊണ്ടുണ്ടായിരുന്നു. അതങ്ങനെ. നമുക്ക് ഇനി അടുത്ത റൗണ്ട് ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് നമുക്ക് സീക്രട്ട് ആകാൻ പറ്റുള്ളൂ. ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നു സീക്രട്ട് ആകാൻ പറ്റണേ. ഇതിപ്പോൾ ആ സെയിം ഗെയിം അല്ല, നമ്മളിപ്പോൾ റോബ്ലോക്സിലാണ് കളിക്കുന്നത്. നിങ്ങൾക്കത് സൈഡിലത്തെ ഐക്കൺ കണ്ടാലേ അറിയാം. പക്ഷേ നമുക്കിത് ഒറിജിനലായിട്ട് കളിക്കണമെങ്കിൽ PC വേണം. PC ഇല്ല നമുക്ക്. അപ്പം PC പതിയെ മേടിക്കാം. പക്ഷേ നമുക്കിപ്പം PC ഇല്ലാത്തതാണ്. നമുക്ക് മൊബൈലിൽ ഇതാണ് സെറ്റാണ്, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഈ പ്രാവശ്യം സീക്രട്ട് ആകാൻ പറ്റുവാണെങ്കിൽ സെറ്റായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കൂടെ ആളായിട്ട് വേണമെങ്കിൽ കൂട്ടി കളിക്കാം. പക്ഷേ നമുക്കിനി ഇങ്ങനെ ഒരു മാപ്പിന് വേണ്ടി ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോഡായി. ഇനി ഡിസൈഡിങ് ഗെയിം മോഡ്. ഓക്കെ, സീക്കർ നമുക്കതാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇവന്മാരൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ നോക്കാം. ഒരുത്തൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരുത്തൻ ഇങ്ങോട്ട് പോയിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരുത്തൻ ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് ഒരുത്തൻ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അവനെ എന്നാലും പിടിക്കണം. നേരെ നോക്കിയിരിക്കാം. അവൻ ഇങ്ങോട്ട് പോയോ? ആണോണത്? അല്ലേ, നമ്മൾ കണ്ടു. കണ്ട്. അതെങ്ങനെ അവൻ അവിടെ ഇങ്ങനെ സ്റ്റിക്കായിട്ടിരുന്നേ എനിക്ക് മനസ്സിലാകത്തെ. ഓക്കെ, നമുക്ക് നേരത്തെ അവിടെ ഉണ്ട് അല്ലേ? കണ്ട് രണ്ടുപേരെ നമ്മൾ തീർത്തിട്ടുണ്ട്. എന്ത് അവൻ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ആളെ പിടിക്കാം. എല്ലാവരും നമ്മൾ പിടിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ആളെയാണ് പിടിക്കുന്നത്. നമ്മൾ ഇവിടെ ആയിരുന്നപ്പോൾ അപ്പം ഇങ്ങോട്ട് കുറേ പേര് പോയായിരുന്നു. ഓക്കെ, നമുക്ക് അവന്മാരെ കണ്ടുപിടിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഒരുത്തൻ വിളിച്ചിരുന്നത് ഇതിൻ്റെ അകത്തോട്ട്. പക്ഷേ നമുക്ക് ഈ പ്രശ്നം കാണാൻ പറ്റില്ല ആരെയും അങ്ങനെ. നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് ഡാർക്കായിട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ പോവാം. അവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ്. ആരെയും അങ്ങനെ കാണുന്നില്ല. ആരും കാണുന്നില്ല ഗൈസ്. എല്ലാവരും കുറേ പേര് ഹൈഡേഴ്സ് ആയിട്ടുണ്ട്. 2 പേര് മാത്രമേ ഉള്ളൂ ഹണ്ടേഴ്സ്. 2 ഹണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണത്തില്ലായിരിക്കും. ചിലപ്പോൾ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളായിരിക്കും ഇവന്മാരെവിടെയാണ്. ഓക്കെ, നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കുന്നതാണ് ഇച്ചിരി കൂടെ അടിപൊളി, ഇച്ചിരി ഫൺ. പക്ഷേ നമുക്ക് ഇതിൻ്റെ അടിയിലോ വല്ലതും കാണുമല്ല. നമുക്കങ്ങനെ പോകാൻ പറ്റാതെ എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷേ അതെ, ഒരുത്തനെ കിട്ടി. 3 പേര് നമ്മൾ കണ്ടുപിടിച്ചു.
ഇല്ല ഇല്ല ഇല്ല. ആ യെസ്, അവനെ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ അവനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേ നമ്മൾ 3 പേരാക്കിയിട്ടുണ്ട്. എല്ലാവരും നമ്മളാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്കിനി അടുത്ത ആളെ കണ്ടുപിടിക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. നമ്മളിവിടെയൊക്കെ പോയതാണ്. നമുക്ക് വേറെ സ്ഥലത്ത് തപ്പാം. വേറെ സ്ഥലത്തിലോട്ട് പോവാം. എല്ലാവരും നമ്മളാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്ക് ഇതിലൂടെ പോയാലില്ല. ഇതിലൂടെ ഈ ഒരു ഡാർക്ക് ഭാഗമാണ്. ഇവിടെയൊക്കെ ഞാൻ പല ഇതിലും വിളിച്ചതാണ്. അപ്പം എനിക്കറിയാം. ഇവിടെ എന്താ അത്ര ഇതില്ല. നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം. എനിക്ക് ഈ മാപ്പ് ഇപ്പോൾ കുറേ നേരമായി ഇത് ഈ മാപ്പ് തന്നെ ചൂസ് ചെയ്യുന്നത്. ഓൺലി 3 മാപ്പേ ഉള്ളൂ, പക്ഷെ അത് ബോറിംഗ് ആണ്. ആരും കാണുന്നില്ല. ബാക്കി 4 പേരുണ്ട്. 4 പേരെയും കൂടെ കണ്ടുപിടിക്കണം. അപ്പം ടൈം പോവുകയാണ്. 35 എത്ര പേര് 30 സെക്കൻഡും കൂടെ കഴിഞ്ഞാൽ തീരും. അപ്പം നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇത് ഏതായാലും നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പം PC അല്ലെങ്കിൽ ഇപ്പോൾ റോബ്ലോക്സ് വേണമെങ്കിലും കളിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. അങ്ങനെ നമ്മളെല്ലായിടത്തും അങ്ങനെ നോക്കി. പക്ഷെ ഇവർ കുറേ എന്താ പറയുക, ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ. ഹൈഡേഴ്സ് വിൻ, അവന് വിൻ ചെയ്തു. ഓക്കെ, നമുക്കിനി അടുത്ത റൗണ്ടിലോട്ട് കിടക്കാം. ഇപ്പം 3ാമത്തെ എന്ന് തോന്നുന്നു. അടുത്ത 3ാമത്തെ റൗണ്ടിലോട്ട് നമ്മൾ കിടക്കുവാണ്. ഓക്കെ, നമുക്കിനി ആരാവുന്ന നമുക്കറിയത്തില്ല. ഈ ഒരു സ്ഥലം അടിപൊളിയാണ്. നമുക്കിവിടെ തന്നെ പോവാം. ഓക്കെ, എനിക്ക് തോന്നുന്നേ ഈ ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ഈ ഒരു മാപ്പ് വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഹൈഡേഴ്സ് ആകാൻ ആണ് നല്ലത്. കാരണം ഹൈഡേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്ഥലം ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണും. പക്ഷേ ആ സമയത്ത് ഞാൻ സീക്കറായിരുന്നു ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ. ഗൈസ്, നമുക്ക് സ്ക്വിഡ് ഗെയിമിൻ്റെ മാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും അങ്ങോട്ടാണ് പോയേക്കുന്നത്. ഓ മൈ ഗോഡ്. ഗെയിം മോഡ് നോക്കുവാണ്. ഓക്കെ, നമ്മൾ വേറൊരു മാപ്പിൽ ഇതാ മാപ്പ് തന്നെയാണ്. ഹൈഡ്ര ആയാൽ മതിയായിരുന്നു. യെസ്, ഹൈഡ്ര ആകുവാണ്. നമുക്ക് ഹൈഡ്ര ആകാൻ നമുക്കൊരു സ്ഥലം വേണം. പെട്ടെന്ന് സ്ഥലം കണ്ടുപിടിക്കാം. നമുക്കിതിങ്ങനെ വരയ്ക്കാനുള്ള സംഭവം ഒരിക്കലും കിട്ടുന്നുമില്ല. ഇവിടെ വേണ്ട. നമുക്ക് എവിടെയാ? ഇവിടെ വേണ്ട. ഇവിടെ കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഇച്ചിരി കൂടെ അടുത്തുള്ള സ്ഥലം ഈ പോലീസ് വണ്ടിയുടെ ഇവിടെ നമുക്കൊന്ന് വിളിച്ചാലോ. ഈ പോസ് നമ്മൾ ഇതാക്കണം. ഈ പോസ് ആക്കിയിട്ട് നമ്മൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഇത് സെക്ഷൻ എടുത്തിട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, നമ്മളിപ്പോൾ കാണാൻ പറ്റും. അടിപൊളിയല്ലേ? ഇങ്ങനെ വിളിച്ചാൽ മതി. ഒരിക്കലും കാണാൻ പറ്റില്ല. ഇച്ചിരി കൂടി ഇതാക്കട്ടെ. ഓക്കെ, നമ്മൾ സെറ്റാക്കി. ഓക്കെ, നമ്മൾ അതേ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിതെങ്ങനെ വരയ്ക്കാൻ പറ്റുന്നേ? നമുക്കങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല ഏതായാലും. ഓക്കെ, ഇതിങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് മനസ്സിലായി എങ്ങനെ ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാം. എന്നുവെച്ചാൽ നമ്മൾ ചെയ്തിട്ട് തന്നെ ലോക്ക് ചെയ്യണം. അങ്ങനെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഡാർക്കിലോട്ട് പോവാം. നമുക്കെന്നാ ഈ മണ്ടയ്ക്ക് ഒളിച്ചിരുന്നാൽ അത് ഇച്ചിരി കൂടെ ഡാർക്കല്ലേ? നമുക്കെന്നാ അവിടെ ഇരിക്കാം ഗൈസ്. എനിക്ക് ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരും വരുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ ഈ പോസ് എടുത്തിട്ട് ചാടി ലോക്ക് ചെയ്യാം. എന്നിട്ട് അവിടുത്തെ ഇത് ചെയ്ത് നമുക്കിതിങ്ങനെ
ഉണ്ട് സംഭവം. പക്ഷേ അതാണ് ഒരു പ്രശ്നം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതും പറ്റത്തില്ല ഗൈസ്, അത് അങ്ങനെ പറ്റത്തില്ല. ഞാൻ പല പോസും ഉണ്ട്, പക്ഷേ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. നമുക്ക് ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം ഗൈസ്. നമുക്ക് അങ്ങനെ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആരിപ്പോൾ വരുന്നില്ല. ആരും ഇപ്പം നമ്മളെ കണ്ടുപിടിച്ചു. അയ്യോ, കണ്ടുപിടിക്കല്ലേ പ്ലീസ്. അയ്യോ ഗൈസ്, നമ്മളെ പിടിച്ചു. നമ്മൾ ചാടി പോകണം. നമ്മൾ ഒരിക്കലും വിട്ടു കൊടുക്കില്ല. ഒരിക്കലും പോലും. 37 സെക്കൻഡും കൂടെ ഉള്ളു. 37 സെക്കൻഡും അവർ നമ്മളെ പിടിച്ചു. നമുക്കിനി 100 ആവാം. ആരെങ്കിലും കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ ആരും കണ്ടിട്ട് അങ്ങനെ ആരോടെ ഇങ്ങനെ ഇല്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. 15 സെക്കൻഡും കൂടെ ഉള്ളു. ഓക്കെ, നമുക്ക് എൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുമോ? മണ്ടയ്ക്ക് കയറാൻ പറ്റില്ല. നമ്മളിങ്ങനെ അടുത്ത് 4ാമത്തെ റൗണ്ടിലോട്ട് പോവാണ്. 4ാമത്തെ റൗണ്ട്. നമ്മൾ 4ാമത്തെ റൗണ്ടിലോട്ട് പോയി. ഹൈഡേഴ്സ് വിൻ, റൗണ്ട് ഓവർ. വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിനി അടുത്ത ഇതിലോട്ട് പോവാണ്. ഓക്കെ, നമ്മൾ ഇതിനകത്താണ് ഈ ഒരു മാപ്പ് വീണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ മാപ്പാണ് ഇഷ്ടം. എനിക്കിഷ്ടം. പ്ലീസ്, ഈ മാപ്പ് മതി. വീണ്ടും അത് തന്നെ യൂസ് ചെയ്യാതെ എന്നതിനാണ്. കുറേ പേര് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് 10 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ മാത്രം 2. പക്ഷേ കുഴപ്പമില്ല. ഇതെങ്കിൽ ഇത് നമുക്കിനി ഈ പ്രാവശ്യം സീക്രമാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ഇത് ഡിസൈഡ് ചെയ്യണം. ഗെയിം മോഡ്. ഓക്കെ, സീക്ര. ഹൈഡറാണ് വീണ്ടും. ഓക്കെ, നമുക്ക് ഇനി എങ്ങോട്ടാണ് പോകണ്ടേ? നമുക്ക് ഒരു പരിപാടി ചെയ്താലോ? നമുക്കെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യണം. അവരെവിടേക്കാണ് ഒളിച്ചിരിക്കുന്നത്, നമുക്കതെല്ലാം നോക്കിയിട്ട് നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സീക്രമാവുക. അതെങ്ങനെയുണ്ട് ഐഡിയ? അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാവരും പിടിക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയുണ്ട്? അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. എല്ലാവരും ഇവിടെ നോക്കാം. ഇവനിവിടെയുണ്ട്. ഇവനിവിടെ തന്നെ. ഓക്കെ, ഇവനിവിടെയുണ്ട്. ഓക്കെ, അവനവിടെയുണ്ട്. ഓക്കെ, മറ്റൊരാൾ അതിൻ്റെ ഇടയ്ക്കുണ്ടോ? നമുക്കിത് ഇവിടെ ഒന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒന്നും കിട്ടുന്നില്ല. ഗൈസ്, നമുക്ക് അങ്ങനെ പറ്റില്ല. പക്ഷേ കുറേ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇതാകാം. എന്നെ ആരെങ്കിലും വെടിവെക്കൂ. ഇതൊരു കൺമുമ്പിൽ തന്നെ ഇരിക്കുന്നു. ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിനി എല്ലാവരും കണ്ടുപിടിക്കും. അതെങ്ങനെയുണ്ട് ഐഡിയ? ഓക്കെ, നമുക്കിനി കണ്ടുപിടിക്കുന്ന ആളാ ഹെയറാക്കുന്ന എല്ലാവരും കണ്ടുപിടിക്കാം. അയ്യോ, ഇവൻ നല്ല അട്ടി പ്രോയാണേ. ഞാൻ വെടിക്കും. ഇവനെ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ പോസ് മാറ്റി കളിച്ചാലും മതിയായിരുന്നു. നമ്മൾ കിട്ടത്തില്ല ആ പ്രാവശ്യം. 3ാമത്തെ റൗണ്ടിൽ അതാണ്. യെസ്, ഞാൻ പിടിച്ചു. ഞാനല്ലേ അത്. ഓക്കെ, അവനെ ചേർത്തു. ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കാൻ
ഇപ്പം ഇവിടെ ഈ ഭാഗത്തൊക്കെ കാണും കുറേ പേരൊക്കെ. ഇവിടെ ഒന്നുമില്ല. ബാക്കി ഇനി 1 2 3 4 6 ഹൈഡേഴ്സും കൂടെ ഉണ്ടാവും. അവരെ കണ്ടുപിടിക്കണം. നമുക്ക് എത്ര മട്ടും കണ്ടുപിടിക്കണം ഹൈഡേഴ്സിനെ. ഓക്കെ നമുക്ക് പെട്ടെന്ന് പോവാം. ഇവിടെ പോവാം. റെയിൻബോ കളർ അത് നല്ല കാണാൻ രസമാണ്. ഓക്കെ നമുക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇവിടെ തന്നെ ഉള്ള അത് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സംഭവമാണ്. പക്ഷെ ഇവിടെ ആരും ഇല്ല ഗൈസ്. നമ്മളിപ്പം ഏറ്റവും പെട്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കണം. പക്ഷെ ആരെയും കിട്ടുന്നുമില്ല. നമുക്ക് ഇങ്ങോട്ട് പോയാലോ? പെട്ടെന്ന് കാണുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വേറൊരാളോ അല്ല. നമുക്ക് ആരും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. സമയം പൊയ്ക്കൊണ്ടിരിക്കണം. വീണ്ടും നമുക്ക് 1 റൗണ്ടും കൂടെ കഴിഞ്ഞ് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. പക്ഷെ നമുക്ക് ആരും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നില്ല. നമുക്കിനി അടുത്ത ഒരു റൗണ്ടിൽ സ്ക്വിഡ് ഗെയിമിൻ്റെ ആ ഒരു കിട്ടുവാണെങ്കിൽ സെറ്റായിരുന്നു. പക്ഷേ പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ നമ്മൾ കളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ വീഡിയോ അങ്ങനെ അധികം ഇടാറില്ല. പക്ഷേ നമ്മളിപ്പോൾ അതൊക്കെ ഇടുന്നതായിരിക്കും. പക്ഷേ എനിക്ക് ഇടാന്ന് വെച്ചാൽ വേറെ എനിക്കൊരു പണി എനിക്കതിൽ കിട്ടി. കാരണം എന്നുവെച്ചാൽ നമ്മൾ ഇത് നമ്മുടെ ഒരു അക്കൗണ്ട് ഇല്ലേ, നമുക്കൊരു അക്കൗണ്ട് ആയിരുന്നു. ഇപ്പം ആ അക്കൗണ്ട് എന്തോ ഒരു കാരണം കൊണ്ട് ഇപ്പം അതിനെന്തോ ഒരു പ്രശ്നമായിട്ട് പോയി ഗൈസ്. അതാണ് പറ്റിയത്. നമ്മുടെ M5 ഒക്കെ പോയെന്നല്ല, ആ അക്കൗണ്ടിൽ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അതിൽ നമ്മുടെ അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ജിജിയുടെ അക്കൗണ്ട് ഗൈസ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഗൈസ് ഇങ്ങോട്ട് യെസ് ഗൈസ് നമുക്ക് ഈ പ്രാവശ്യം ഇത് കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ CPMൻ്റെ ഈ അക്കൗണ്ട് പറയുന്ന അതിൻ്റെ വെച്ചാൽ ആൾക്കാരൊന്നും നമുക്ക് കാണാം. പക്ഷെ നമുക്ക് അവരുമായിട്ട് ഇങ്ങനെ വണ്ടിയൊന്നും അങ്ങനെ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ വണ്ടി സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ആ അക്കൗണ്ട് ഇപ്പോൾ കളിച്ചിട്ട് കാര്യമില്ല. പക്ഷേ വീഡിയോ ചാനലൊക്കെ എടുക്കുകയാണെങ്കിൽ പറ്റും. പക്ഷേ നമുക്ക് ഒരാളുടെ സെർവറിൽ കയറാൻ പറ്റത്തില്ല, അങ്ങനെ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് പുതിയൊരു അക്കൗണ്ട് വേറെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഭയത്തിനൊരു മെയ്ബാക്ക് കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ വേറെ ഒരിതില്ലായിരുന്നു. നമുക്കിനി അടുത്ത ഇതിലോട്ട് ആ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറേ പേര് കയറി പോയായിരുന്നു. പക്ഷേ നമുക്കതങ്ങനെ കയറിപ്പോയെന്നും അറിയത്തില്ല. അതെങ്ങനെയാ? അങ്ങനെയാണ് ഇവന്മാർ കയറിപ്പോയത്. ഓക്കെ നമുക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് കയറിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് കയറാം. ചാടി കയറാം. ഇങ്ങനെ ഇവിടെ പോയിട്ടും കാര്യമില്ല. നമുക്കൊരു സ്ഥലമില്ലല്ലോ പോവാൻ. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മളങ്ങനെ ഒരു സ്ഥലം ഒരിക്കലും കാണത്തില്ല. നമ്മൾ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൻ്റെ അടിയിലോട്ടിരിക്കാം. അയ്യോ, ഓക്കെ, നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണിത്. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കാണത്തൊന്നുമില്ല അവർ. ഇതെന്തായാലും നമ്മൾ ചെയ്യും. കാരണം നല്ല അടിപൊളി സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ സൈഡിൽ ചെന്നാൽ നമുക്കൊന്ന് എണ്ണായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്ക് സാധാരണ പോലെ തറയാങ്ങിരിക്കാം. ഓക്കെ, നമുക്ക് പോസ് മാറ്റാം, എന്നിട്ട് ലോക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. കുറേ പേര് അതെങ്ങനെയൊക്കെ മണ്ടയ്ക്കോട്ട് കയറുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷേ
അവിടെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാവരും കണ്ടുപിടിക്കുകയും ചെയ്യാം. പക്ഷേ കണ്ടോ കുറേ പേരുണ്ട്. നമ്മളിപ്പോൾ ഹൈഡേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഹൈഡേഴ്സ് ചിലപ്പോൾ വിൻ ചെയ്യും, ചിലപ്പോൾ 100 വിൻ ചെയ്യും. അതെല്ലാം വിൻ ചെയ്യും ഗൈസ്. നമുക്കങ്ങനെ ഇതിപ്പോൾ വെച്ചാൽ നമുക്കുള്ള ഓഡിയോ അങ്ങനെ അത്രയും ക്ലിയർ അല്ല, കാരണം നമുക്ക് ഒരു നല്ല മൈക്ക് വേണം ഗൈസ്. നമുക്ക് ഈ റൗണ്ടും കൂടെ കഴിഞ്ഞ് നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ ഭയങ്കര സമയം എടുക്കും. ഓക്കെ. അയ്യോ, നമ്മളടുത്തൂടെ ഒരാൾ പോയി എന്നിട്ടും കണ്ടില്ല, കാരണം അത്ര അട്ടുള്ള സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. ആരും ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഭയങ്കര ഡാർക്കായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ പോലും കാണുന്നില്ല, പക്ഷേ കണ്ട് ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ കാണാം, ഇങ്ങനെ നോക്കിയാൽ ഒന്ന് കാണാം. പക്ഷേ അവർക്ക് അങ്ങനെ നോക്കാനും പറ്റത്തില്ല. ചിലപ്പോൾ അവർ കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 30 അത്രയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഓക്കെ, അങ്ങനെ ആരെയും കാണുന്നില്ല. നമ്മളുടെ അടുത്തോട്ട് ഇപ്പോൾ ഒരാൾ പോയിട്ടുണ്ട്. ഓക്കെ. ഓ, വീണ്ടും അതുപോലെയായി. ഇങ്ങനെ ഇപ്പം കാണാം. അതെങ്ങനെ ഇതെങ്ങനെ നമ്മളിനി ഇതിൻ്റെ ഇടയ്ക്കോട്ട് വന്നാണോ എന്ന് അറിയില്ല. യെസ്, നമ്മളങ്ങനെ ജയിച്ചു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറേ നമുക്ക് ഇച്ചിരി കൂടെ ബെറ്ററൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.